അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ പെൻഷൻ പറ്റിയ നേരത്ത് പെൻഷൻ പറ്റിയ നേരത്ത് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് CPIM Zindabad CPIM Zindabad CPIM Zindabad അധികാരത്തിൻ ഇടനാഴികളിൽ അധികാരത്തിൻ ഇടനാഴികളിൽ അധികാരത്തിൻ ഇടനാഴികളിൽ അധികാരത്തിൻ ഇടനാഴികളിൽ അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ അഭിരമിച്ച ഗോവിന്ദ സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് ഇന്ന് സൂര്യനുദിക്കും പറയാം ഇന്ന് സൂര്യനുദിക്കും പറയാം ഇന്ന് സൂര്യനുദിക്കും പറയാം ഇന്ന് സൂര്യനുദിക്കും പറയാം പാർട്ടി നൽകിയ ചോറും തിന്ന് പാർട്ടി നൽകിയ ചോറും തിന്ന് പാർട്ടി നൽകിയ ചോറും തിന്ന് പാർട്ടി നൽകിയ ചോറും തിന്ന് പ്രവേശനത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയതിന് ശേഷമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല. ഇത് നടന്നതിന് ശേഷവും എന്തിനാണ് ഞങ്ങൾ സംസാരിച്ചത്? ഇങ്ങനെയൊക്കെ വർഗശത്രുവിനെ പോലെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളോട് വീണ്ടും സംസാരിക്കുന്നത് ഉചിതമാണ്. ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഒരാളെയും പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പാടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാളെയും പാർട്ടിയിൽ നിന്ന് ശത്രുക്കളുടെ പക്ഷത്തിലേക്ക് എത്തിക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. അത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ പരിശ്രമം. അതൊരു ദൗർബല്യമല്ല. പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും പുറത്തു പോകാൻ പാടില്ല എന്ന ശരിയായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നിലപാട്. സാധാരണഗതിയിൽ ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള ഒരു മുതിർന്ന സഖാവിൽ നിന്നും ഒരിക്കലും നാടും ജനങ്ങളും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതൊരു രാഷ്ട്രീയ വഞ്ചനയാണ്. ഒരു വർഗവഞ്ചകന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹവുമായി പാർട്ടിയുടെ നിരവധി നേതാക്കൾ നിരവധി തവണ സംസാരിച്ചു. ആ സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, പാർട്ടിക്കകത്ത് നിങ്ങൾ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പാർട്ടിയുടെ മുമ്പാകെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിച്ചില്ല എന്നതുകൊണ്ട് പാർട്ടി വിട്ടു പോകാനോ പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്ന ഒരു നിലപാടോ സ്വീകരിക്കാൻ പാടില്ല. അത് സ്വീകരിക്കുന്നത് പാർട്ടി ശത്രുക്കൾക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. ഇന്നലെ ഉണ്ടായ ഒരു കാര്യം, ഇന്നലെ ഉച്ചക്ക് മയ്യിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചു. അതിനുശേഷം സഖാവ് ഇ.പി. ജയരാജനെയും കണ്ടിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനു മുമ്പ് 2 തവണ ഞാനും സഖാവ് പി. ജയരാജനും പി.വി. ഗോപിനാഥും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഗോവിന്ദൻ മാഷുമായി സംസാരിച്ചു. അതിശയിപ്പിക്കുന്ന ഉച്ചത്തിൽ
പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് പോലീസിനെതിരായ പ്രകടനം നടത്തിയതിന്റെ പേരിലല്ലേ ക്രൂരമായി ശ്യാമള ടീച്ചറെയും പി റോസിയെയും പോലീസ് വളഞ്ഞിട്ട് തല്ലിയത്, അന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്. കണ്ണൂരിൽ കാസ്റ്റിംഗ് സർക്കാരിന്റെ കാലത്ത് ഒരു യുവജനോത്സവം നടന്നപ്പോൾ അതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ എത്തിയ കൂട്ടത്തിൽ ശ്യാമള ടീച്ചറും ഉണ്ടായിരുന്നു. അവിടെയും കിട്ടിയ മർദ്ദനം. എന്നിട്ടും പതറാതെ തളരാതെ ടീച്ചർ SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായും മഹിളാ അസോസിയേഷന്റെ അവിടെ കീഴൂരിലും മട്ടന്നൂരിലും നേതാവായി, പിന്നീട് മൊറാഴിയിൽ 85-ൽ ഗോവിന്ദൻ മാസ്റ്റർ വിവാഹം കഴിക്കുന്ന സമയത്ത് മൊറാഴിയിലെ വില്ലേജ് സെക്രട്ടറിയായും തളിപ്പറമ്പിലെ നേതാവായും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിരവധി പേർ വളർത്തിയ പ്രസ്ഥാനത്തെ ശത്രുവിന് ഒറ്റിക്കൊടുക്കുന്ന വർഗവഞ്ചകനെ എന്ത് പേരിട്ട് വിളിക്കണം? അതേ ഞങ്ങളോട് പറഞ്ഞിരുന്നു സംസാരിക്കുന്ന സമയത്ത്. ഞാൻ പത്രസമ്മേളനം നടത്തും, കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന് പ്രസംഗിക്കും, വർഗവഞ്ചകനെന്ന് പറയും. അതെല്ലാം നന്നായി അറിയാം. കാരണം അദ്ദേഹം ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച സ്ഥലത്ത് പോയി പ്രസംഗിച്ചയാളാണ് വർഗവഞ്ചകൻ. അത് മജീദ് ഏരിയ സെക്രട്ടറി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ ഒരു സ്ഥലത്തുണ്ടായ അനുഭവത്തെ കുറിച്ച് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറയുകയില്ല. ആദർശം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത മാഷെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? അടിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ സാമൂഹ്യമായ മാധ്യമങ്ങളിലൂടെ വരുന്ന പ്രചരണത്തിന്റെ കാറ്റ് ശക്തിപ്പെടുത്താൻ പരിശ്രമിച്ച അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങ് വേണോ അത് പറയാൻ? കുടുംബാധിപത്യമായിരുന്നോ മുമ്പ്? അങ്ങയെ മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോഴും അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോഴും പാർട്ടിയെ നയിച്ചത് അല്ലല്ലോ. പൊതുപ്രവർത്തനത്തിലുള്ള